അതുതന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് മുഴുവൻ മനുഷ്യർക്കും മാതൃക എന്ന് നമ്മൾ പറയുന്നു. ഒന്ന്, മാതൃകയാക്കാനുള്ള പൂർണ്ണ ജീവിതം. മുഴുവൻ ചരിത്ര പുരുഷന്മാരുടെയും നിരയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താവുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. രണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിതത്തെ പകർത്താൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ആ ഓരോ ചെറിയ വിശദാംശങ്ങളുടെ കാര്യത്തിലും തെളിവുകളുടെ പിൻബലം, സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നത് സംശയലേശമന്യേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമാണ്. എങ്ങനെ ഉറക്കമുണർന്നു, എങ്ങനെ ഉറക്കത്തിലേക്ക് പോയി. ഒരു ജീവിതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതം പ്രവാചകന്റെ ഒരു ദിവസത്തെ ജീവിതമാണില്ലേ? ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ ജീവിതം പ്രവാചകന്റെ ഒരു ദിവസത്തെ ജീവിതമായിരിക്കുന്നു. എങ്ങനെ ഉറക്കമുണരുന്നു, പഠിപ്പിച്ചു ഒരു പ്രാർത്ഥന. ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം അങ്ങനെ ഉറക്കത്തിലേക്ക് പോയി വിശ്രമിക്കുകയാണ്. അവിടെയും പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ ജീവിതം, ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ ജീവിതം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ദിവസത്തെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാരമെന്നോ നിസ്സാരമെന്നോ, ചെറുതെന്നോ വലുതെന്നോ, ഗൗരവമുള്ളതെന്നോ ഗൗരവം കുറഞ്ഞതെന്നോ, പൊതുജീവിതമെന്നോ സ്വകാര്യ ജീവിതമെന്നോ ഒക്കെ തന്നെ നമുക്ക് വേർതിരിക്കാവുന്ന ഓരോ ചെറിയ ചലനങ്ങളെ സംബന്ധിച്ചിടത്തോളവും പ്രവാചകന്റെ ജീവിതത്തെ അനുയായികൾ, സ്വഹാബിമാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പരമ്പരകൾ അന്യൂനമാക്കി പിൽക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, നഖം മുറിക്കുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെ എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരാറുണ്ട്. അതുമല്ലെങ്കിൽ വളരെ സ്വകാര്യമായ വ്യക്തിപരമായ ആവശ്യം, അംഗശുദ്ധി വരുത്തുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ നിസ്സാരമെന്നോ വളരെ സ്വകാര്യമെന്നോ, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്കെന്താണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ തർക്കുത്തരം ചോദിക്കാവുന്ന രീതിയിലുള്ള വളരെ ചെറിയ നിസ്സാരമായ ജീവിതത്തിന്റെ വിശദാംശങ്ങളിൽ വരെ, അതെല്ലാം എല്ലാ മനുഷ്യർക്കും അങ്ങനെ വിശദാംശങ്ങൾ. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിശദാംശങ്ങൾ മാത്രമാണ് കൂടെ ജീവിച്ച ആളുകൾ ഈ വിധത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുകയും പിൽക്കാലത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? റസൂൽ ഒരു കാര്യവും സ്വന്തം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. റസൂൽ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇംഗിതപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരമാണ്. ഈ ലോകത്തൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ജീവിച്ച് മരിക്കണമെങ്കിൽ ആ ജീവിതത്തിൻ്റെ മാതൃക ഒരു മനുഷ്യ ജീവിതത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരാശിക്കും ശാശ്വതമായി എന്നെന്നും നിലനിൽക്കുന്നൊരു മാതൃകയാക്കി ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഈ പ്രവാചകനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണയുടെ പ്രവാചകനായി, കാരുണ്യത്തിൻ്റെ പ്രവാചകനായി, ലോകാനുഗ്രഹിയായ പ്രവാചകനായി അയച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് വഹൽ അന്തും മുസ്ലിമൂൻ. ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആദ്യമായി ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിടത്ത് അതിനൊരു ഉപാധി വെക്കുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞിടത്ത് അവിടെയും ഒരു ഉപാധി വെക്കുന്നു. ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ
അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അപ്പോൾ ഒരു മനുഷ്യനായ മുഹമ്മദ് മറ്റ് മനുഷ്യരെക്കാൾ ഉയർന്ന ഉന്നതനായ പൂർണ്ണ മനുഷ്യനായി മാറുന്നത് അവിടത്തേക്ക് അള്ളാഹുവിൻ്റെ ദിവ്യ വെളിപാട് ലഭിച്ചു എന്നുള്ളത്, വഹി ലഭിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവാണ് ഇലാഹ് എന്നുള്ള സത്യം ലോകത്തെ പഠിപ്പിക്കാൻ നിയുക്തനായി എന്നുള്ളതാണ്. റഹ്മത്തുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാനുഗ്രഹിയാണ്, കാരുണ്യത്വാനാണ്, ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ് എന്നതിൻ്റെ കാരണവും എന്താണ്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ് എന്ന സന്ദേശം മനുഷ്യരാശിക്ക് എത്തിച്ചു കൊടുക്കുവാൻ അള്ളാഹു പ്രവാചകനെ തിരഞ്ഞെടുത്തുവെന്നുള്ളതാണ്. ഇത് പ്രവാചകന് മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമാണ്. അള്ളാഹുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീലിനെ നേരിൽ കാണാൻ കഴിഞ്ഞ മനുഷ്യൻ, അത് അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ ദൂതനെ, മലക്കിനെ, ജിബ്രീലിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ട രംഗം ഹൃദയാവർദ്ധകമായിരുന്നു വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മഹത്തായ ഈ ഒരു ഔന്നത്യം. ഈ ഒരു ഔന്നത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഉന്നതനാക്കി നിർത്തുന്നത്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിയെ വഴി നടത്തിയ ഒരു ലോക ഗുരുവാണ്. മനുഷ്യ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാറ്റം, ഞാൻ ഒരു ഖുർആൻ സൂക്തം മാത്രം നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ മാത്രം സ്പർശിച്ച് കടന്നുപോയ ഒരു ഭാഗിക വിമോചകനായിരുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വശം പരിഷ്കരിക്കാൻ വന്ന ആളുകൾ മറ്റ് വശങ്ങളെയൊക്കെ തന്നെ കൂടുതൽ അവതാളത്തിലാക്കുകയാണുണ്ടായത്. ഒരു വശത്ത് അവർ താളം നൽകാൻ ശ്രമിച്ചപ്പോൾ മറ്റു വശങ്ങളെ താളം തെറ്റിച്ചു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ മേഖലകളിലും ഒരു മാതൃകയാണ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസ ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസി വലിയഅലമ അല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അയച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരെ ഗ്രന്ഥവും ത്രാസും കൊടുത്തയച്ചു പറഞ്ഞയച്ചു. ഗ്രന്ഥവും അതിനോടൊപ്പം ത്രാസും കൊടുത്ത് പറഞ്ഞയച്ചു. കിതാബും ഒപ്പം മീസാനും കൊടുത്ത് പറഞ്ഞയച്ചു. ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയുടെ വഴിയിൽ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീതി നിലനിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുവാൻ വേണ്ടി. അൻസൽനൽ ഹദീദ്, മാത്രമല്ല ഇരുമ്പും കൊടുത്തയച്ചു. കിതാബ് കൊടുത്തയച്ചു, ത്രാസ് കൊടുത്തയച്ചു, ഇരുമ്പ് കൊടുത്തയച്ചു. ഫീ ബഅസുൻ ശദീദ്, ആ ഇരുമ്പിൽ കഠിനമായ അയോധന ശക്തിയുണ്ട്. വമനാഫിഉ ലിന്നാസ്, മനുഷ്യർക്ക് മറ്റു ചില ഉപകാരങ്ങളുമുണ്ട്. വലിയഅലമ അല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്, ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും അദൃശ്യമായ രീതിയിൽ സഹായിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനും പ്രതാപശാലിയുമാണ്. നാം ഈ വിശുദ്ധ ഖുർആനിലെ ഈ ഒരേ ഒരു ആയത്ത്, സൂറത്ത് ഹദീദ്
57-ാമത്തെ സൂറ 25-ാമത്തെ ഈ ആയത്ത് മുന്നിൽ വെച്ച് ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു മഹാവിപ്ലവത്തിന്റെ ഇതളുകൾ നമ്മുടെ മുന്നിൽ 3ആയി വിരിയുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയാണ്. എന്താണ് അവിടെ നമ്മുടെ പങ്ക് എന്നതിനെ സംബന്ധിച്ച് വെളിച്ചം ലഭിക്കുകയാണ്. പ്രവാചകന്മാരെ, ദൈവദൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് കിതാബ് കൊടുത്തുകൊണ്ടാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ വിശദീകരണമില്ലാതെ നിങ്ങൾക്കറിയാമല്ലോ. വിശുദ്ധ ഖുർആനാണ് അവസാനത്തെ വേദഗ്രന്ഥം. മുൻ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. തിരിച്ചറിയുവാൻ, ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുവാനുള്ള വിവേചന ബുദ്ധിയോടും സ്വാതന്ത്ര്യത്തോടും കൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സൃഷ്ടാവായ അല്ലാഹു ഇരുട്ടിൽ മേയാൻ വിട്ടിട്ടില്ല. ഇരുട്ടും വെളിച്ചവും, തെറ്റും ശരിയും, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും വിവേകവും സ്വാതന്ത്ര്യവും മനുഷ്യന് നൽകി. ഈ ബുദ്ധിയും വിവേകവും സ്വാതന്ത്ര്യവും നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നടക്കാൻ ശരിയായ ഒരു വഴിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ശരിയായ വഴിയാണ് ഹിദായത്തിന്റെ വഴി. ഈ ഹിദായത്തിന്റെ വഴിയാണ് വഹിയിലൂടെ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഈ വഹിയിന്റെ ഒരു ആവിഷ്കാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രന്ഥരൂപമാണ് കിതാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിതാബ് മനുഷ്യനെ നേർവഴി നടത്താനുള്ള വെളിച്ചമാണ്. ഈ കിതാബ് മനുഷ്യനെ വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. ഈ കിതാബ് മനുഷ്യനെ ഈ ലോകത്തും പരലോകത്തും സമാധാനവും സംതൃപ്തിയും കൈവരിക്കാനുള്ള ഒരു വഴിയുമാണ്. പക്ഷെ ഈ കിതാബ് അനുസരിച്ച് ഈ ലോകത്ത് മനുഷ്യൻ എന്തു ചെയ്യണം? ഇവിടെ ഈ കിതാബിനോടൊപ്പം കൊടുത്ത 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് തുലാസ് എന്ന് പറഞ്ഞ ആളെ പറ്റിക്കാൻ, കള്ളത്തൂക്കം നടത്താൻ വേണ്ടിയുള്ള അത്യന്താധുനിക ഉപകരണം എന്നാണ് ഇന്ന് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ പ്രയോഗത്തിൽ ജീവിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളത്തൂക്കം നടത്തി ആളെ പറ്റിക്കാനുള്ള ഒരു ഉപകരണം എന്നാണ് നമുക്ക് ഇന്നത്തെ ഒരു കമേഴ്ഷ്യൽ ലാംഗ്വേജിൽ, വ്യവഹാര ഭാഷയിൽ ത്രാസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു തഫ്സീർ അതാണ് മീസാൻ. പക്ഷെ ഈ കിതാബും ഈ മീസാനും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുന്ന 2 ഉത്തരവാദിത്തങ്ങളാണ്. കിതാബ് അനുസരിച്ച് ജീവിക്കാം, ജീവിക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെയും തന്നിഷ്ടമാണ്. അതുപോലെ തന്നെ ത്രാസ് ഉപയോഗിക്കാം, ത്രാസിനെ തകർക്കാം. ത്രാസിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കുക എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ ത്രാസും ഈ കിതാബും ഇത് എന്തിനു വേണ്ടിയാണ്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, മനുഷ്യർക്ക് നീതി നടപ്പിലാക്കണം. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ കേവലമായ വ്യക്തി ജീവിതത്തെ സംസ്കരിക്കുന്നതിനോ കുടുംബജീവിതത്തിൽ ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നതിനോ അല്ലെങ്കിൽ മനുഷ്യന്റെ പരസ്പരമുള്ള പെരുമാറ്റ മര്യാദകളെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നതിനോ വന്ന ഒരു പ്രവാചകനായിരുന്നില്ല. നേരെ മറിച്ച് നീതി നടപ്പിലാക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ്.